കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ. ചാവശ്ശേരി കൊട്ടാരം റോഡ് ടാറിംഗ് പ്രവൃത്തി നടത്തുന്നതിന്റെ ഉദ്ഘാടനത്തിൽ തർക്കം. MLAക്ക് ഗോബാക്ക് വിളിച്ച CPM പ്രവർത്തകർ. ചാവശ്ശേരി ടൗൺ മുതൽ കൊട്ടാരം വരെയുള്ള 4 കിലോമീറ്റർ വരുന്ന റോഡാണ് ടാറിംഗ് പ്രവൃത്തി നടത്തുന്നത്. റോഡ് തകർന്നു കിടക്കുന്നതിൽ ജനങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെയാണ് ചാവശ്ശേരി മുതൽ കൊട്ടാരം വരെ ടാറിംഗ് നടത്തുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത്. നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി 1,25 ലക്ഷം രൂപ ചെലവിട്ടാണ് പ്രവൃത്തി നടത്തുന്നത്. UDFും സണ്ണി ജോസഫ് MLAയും ബഹിഷ്കരിച്ച നവകേരള സദസ്സിലാണ് ചാവശ്ശേരി കൊട്ടാരം റോഡിന് ഫണ്ട് അനുവദിച്ചുവെന്ന് പറഞ്ഞാണ് ഇരിട്ടി നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രവൃത്തി ഉദ്ഘാടനം ചെയർപേഴ്സൺ K. ശ്രീലതയും ജനപ്രതിനിധികളും എത്തിയത്. ഇതിനിടെ MLA സണ്ണി ജോസഫ് എത്തിയതോടെയാണ് ഗോബാക്ക് വിളിയുണ്ടായത്. MLA നൽകിയ അപേക്ഷയിലാണ് റോഡിന് ഫണ്ട് അനുവദിച്ചതെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരണമുണ്ടായിരുന്നു. ഏറെ നേരം MLA കടവരാന്തയിൽ ഇരുന്നു. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. 1 കോടി രൂപ ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ഞാനത് അച്ഛന് വരെ കണ്ടിട്ടില്ല. അത്രയും ചീത്ത കേട്ടതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇലക്ഷന് മുമ്പേ തന്നെ ഈ ഒരു പരിപാടി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. അതിനാണ് ഇത്രയും ഒരു വേഗം ഈ ഇലക്ഷന് ഒരു ദിവസം പ്രഖ്യാപിക്കാനുള്ളൂ എന്ന് കേട്ടതുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു റോഡ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിക്കുന്നു. വൈസ് ചെയർമാൻ PP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. സോയ, CPM ചാവശ്ശേരി ലോക്കൽ സെക്രട്ടറി MP മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് പ്രവർത്തകർ ചാവശ്ശേരി വെളിയമ്പ്ര റോഡിലേക്ക് പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രകടനം നടത്തി. തുടർന്ന് സണ്ണി ജോസഫ് MLA വിശദീകരണം നടത്തി. ഈ പദ്ധതിക്ക് 2024 ആദ്യമേ അനുവാദം കിട്ടി. 2024 ആദ്യമേ അനുവാദം കിട്ടിയ പദ്ധതിക്ക് MLA കത്ത് കൊടുക്കുന്നത് 2024 8-ാം മാസത്തിലാണ്. സമ്മതിച്ചു. 2023 8-ാം മാസത്തിൽ ഞാൻ കത്ത് കൊടുത്തല്ലോ. 2 റോഡ് കാക്കയങ്ങാട് ഓടന്തോട് 5,75 ലക്ഷം രൂപ, ചാവശ്ശേരി കൊട്ടാരം 1,25 ലക്ഷം രൂപ ഞാൻ കത്ത് കൊടുത്തല്ലോ. അദ്ദേഹത്തിന്റെ വാദം എന്താണ്? അതിന് മുമ്പേ പാസ്സായിരുന്നു. എന്നിട്ട് MLA കത്തെന്തിനാ പാസ്സാക്കിയതിന് MLA കത്തെന്തിനാ കൊടുത്തത്? അപ്പൊ ചെയർപേഴ്സൺ സംസാരിച്ചപ്പോ എന്നാ പിന്നെ പറയണ്ടേ? ആ പാസ്സായതിന്റെ ഡേറ്റ് പറയണ്ടേ? ആ പാസ്സായതിന്റെ കടലാസ് കാണിക്കണ്ടേ? ഇത് എപ്പോഴാ പാസ്സായതെന്ന് ഞാൻ പറഞ്ഞു തരാം. കടലാസ് വെച്ചിട്ട് സണ്ണി ജോസഫ് സംസാരിക്കുള്ളൂ. കടലാസ് വെച്ചിട്ടേ സംസാരിക്കുള്ളൂ. 19/9/2025 19/9/2025 ഇതിന് ഭരണാനുമതി കിട്ടിയത്. അപ്പൊ നേരത്തെ പാസ്സായി എന്ന് പറഞ്ഞ ആള് എവിടെ പോയി? മണ്ഡലം പ്രസിഡന്റ് KV രാമചന്ദ്രൻ, CA നസീർ, V ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.